ഹായ് സുഹൃത്തുക്കളെ, ആദി ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ വെട്ടുകാട് മദർ ഡീഡീസ് ചർച്ചിലാണ്. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള ചർച്ചാണിത്. ഈ പള്ളിക്ക് തൊട്ടു മുകളിൽ കൂടി ഒരു എയ്റോപ്ലെയിൻ പറന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. AD 1542 1548 ഇടയിൽ അദ്ദേഹം കേരള തീരത്ത് സുവിശേഷ പ്രചരണം നടത്തിയിരുന്ന കാലത്ത് വെട്ടുകാട് സന്ദർശിക്കുകയും ഇവിടെ ഒരു ചെറിയ പ്രാർത്ഥനാലയം സ്ഥാപിക്കുകയും ചെയ്തുവെന്നും അറിയപ്പെടുന്നുണ്ട്. പള്ളിക്ക് അകത്തു കയറി പോകുമ്പോൾ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വാസ്തുശില്പി ശൈലി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിമനോഹരമായ ഒരു ദേവാലയമാണ് ഇവിടെ. മത്ര ഡീഡിയൂസ് എന്നത് ഒരു ലാറ്റിൻ പദമാണ്. ഇതിൻ്റെ അർത്ഥം ദൈവമാതാവ് എന്നാണ്. തുടക്കത്തിൽ കന്യകാമറിയത്തിൻ്റെ നാമത്തിലുള്ള ഒരു ചെറിയ ഓലമേഞ്ഞ ദേവാലയമാണ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്നത്. പള്ളിക്ക് ഉൾഭാഗത്തു നമുക്ക് കടന്നു പോകുമ്പോൾ തന്നെ കാണാൻ കഴിയും. 2 ഭാഗത്തും ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ജനങ്ങൾക്കിരുന്ന് ആരാധിക്കാനുള്ള സൗകര്യം പള്ളിക്കകത്ത് അതിമനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. വെട്ടുകാട് പള്ളി ലോക പ്രശസ്തമാകാൻ പ്രധാന കാരണം ക്രിസ്തുരാജൻ്റെ രൂപമാണ്. ഇതിന് പിന്നിലൊരു കഥയുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കപ്പൽ മാർഗം കൊണ്ടുവന്ന ഈ പ്രതിമ വെട്ടുകാട് തീരത്ത് അപ്രതീക്ഷിതമായി എത്തിയെന്നും അറിയപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യപ്രകാരം സന്ദേശനായി ഒരു ശില്പി പള്ളിക്ക് വേണ്ടി നിർമ്മിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ശില്പിക്ക് പോലും അത്ഭുതം തോന്നും വിധം അത് മനോഹരമായി എന്നും അറിയപ്പെടുന്നുണ്ട്. പള്ളിക്ക് ഉള്ളിലോട്ട് കയറി ചെന്നു പള്ളിക്കകത്ത് വിശാലമായ ഒരു നമുക്ക് കാണാൻ പറ്റും. യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം ക്രൂശിൽ അവിടെ ഇരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. യൂറോപ്യൻ വാസ്തുവിദ്യ ശൈലിയും കേരളീയ തനിമയും ഒത്തുചേർന്നതാണ് ഇതിൻ്റെ നിർമ്മാണം. വെട്ടുകാട് പള്ളി ഇന്ന് പ്രശസ്തമാകാൻ പ്രധാന കാരണം ക്രിസ്തുരാജൻ്റെ ഈ രൂപം കൂടിയാണ്. കാലക്രമേണ വിശ്വാസികളുടെ എണ്ണം കൂടിയതനുസരിച്ചാണ് പഴയ പള്ളി പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത്. 1934 ഇപ്പോഴത്തെ വലിയ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഭാഗമായി അവിടെ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമായിട്ടാണ് ഇവിടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ്. യേശു ക്രിസ്തു എഴുന്നേറ്റപ്പോഴുള്ള ഐതിഹ്യമാണ് ഇവിടെ കാണിക്കുന്നത്. പ്രശസ്തനായ എഞ്ചിനീയർ J.I. ലോപ്പസിൻ്റെ മേൽത്തോട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി 1937 ആശീർവദിക്കപ്പെട്ടു. യൂറോപ്യൻ വാസ്തുവിദ്യ ശൈലിയും കേരളീയ തനിമയും ഒത്തുചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണം. വർഷം തോറും നവംബർ മാസത്തിൽ നടക്കുന്ന ക്രിസ്തുരാജൻ തിരുനാളാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. ജാതി മത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ സമയത്ത് വെട്ടുകാട് എത്തുന്നത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം വാങ്ങാനായി കാണുന്നതായി ഇവിടെ കാണാൻ പറ്റും. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വിശാലമായി തന്നെ കാണാൻ കഴിയുന്നതാണ്. വർഷം തോറും നവംബർ മാസത്തിൽ നടക്കുന്ന ക്രിസ്തുരാജൻ തിരുനാളാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. ജാതി മതഭേദമന്യേ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നുകൂടുന്നത്. കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ദേവാലയം പ്രശാന്തമായ അന്തരീക്ഷം കൊണ്ടും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ വെട്ടുകാട് ചർച്ച് വെറുമൊരു ആരാധനാലയം മാത്രമല്ല, തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരികവും മതപരവുമായ ചരിത്രത്തിൻ്റെ ഒരു വലിയ അടയാളം കൂടിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വന്ന ടൂറിസ്റ്റ് ബസ് കാണാവുന്നതാണ്. അതിമനോഹരമായ ഒരു പ്രദേശമായാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.